ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ സിസ്റ്റം ടെസ്റ്റിങ്ങിനെ കുറിച്ചിട്ട് അതിൻ്റെ ഒരു ഓവർവ്യൂ, അതേപോലെ അതിൽ വരുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫങ്ഷണൽ സിസ്റ്റം ടെസ്റ്റിംഗ്, ഫങ്ഷണൽ സൈഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിസ്റ്റം ടെസ്റ്റിംഗ് ഉണ്ട്, നോൺ ഫങ്ഷണൽ സൈഡ് ടെസ്റ്റ് ചെയ്യാനുള്ള സിസ്റ്റം ടെസ്റ്റിംഗ് ഉണ്ട് എന്നൊക്കെ കണ്ടു. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സിസ്റ്റം ടെസ്റ്റിംഗ് ചെയ്യുന്നത് എന്നതാണ് ഈ ഒരു സെക്ഷനിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഓരോ ഫേസുകളിലും നമ്മൾ ടെസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ എന്തുണ്ട്, ടെസ്റ്റ് ടീമുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സിസ്റ്റം ടെസ്റ്റിംഗ് നടത്താൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു ടെസ്റ്റ് ടീം തന്നെ എന്തുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സെപ്പറേറ്റ് ടെസ്റ്റിംഗ് ടീമാണ് സിസ്റ്റം ടെസ്റ്റിംഗ് ചെയ്യുന്നത്. മറ്റുള്ള ടീമിൽ നിന്നും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ടീമാണ്. ഇപ്പോൾ മറ്റുള്ള ടീം പറഞ്ഞാൽ ഇപ്പോൾ യൂണിറ്റ് ടെസ്റ്റിംഗ് ചെയ്യുന്നതും കമ്പോണൻറ്റ് ടെസ്റ്റിംഗ് ചെയ്യുന്നതും ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ് ചെയ്യുന്നതൊക്കെ ചിലപ്പോൾ ആ ഒരു ടീം തന്നെ ആയിരിക്കാം. പക്ഷേ സിസ്റ്റം ടെസ്റ്റിംഗ് പൊതുവെ എന്താണ്, ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ടീമാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ എടുക്കുന്നതുകൊണ്ടുള്ളൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇൻഡിപെൻഡൻറ്റ് ടീമിന് അവരുടേതായിട്ടുള്ള ഒരു പേഴ്സ്പെക്റ്റീവ് ഉണ്ടാവും, കുറച്ച് കാഴ്ചപ്പാടുകൾ ഉണ്ടാവും. അത് വെച്ചിട്ട് കസ്റ്റമർ സൈഡിൽ നിന്നിട്ടും കൂടെ എന്ത് ചെയ്യും, അവർ ചിന്തിക്കും ഇത് എങ്ങനെ ഇത് വർക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക്, അതായത് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള രീതിയിൽ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു ഫുൾ, അതായത് സിസ്റ്റം ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ കംപ്ലീറ്റ് ഒരു വോൾ സിസ്റ്റം ആയിട്ടാണ് അല്ലേ. അപ്പോൾ ഒരു കസ്റ്റമർ സൈഡിൽ നിന്നുള്ള വ്യൂവും കൂടെ എടുത്തിട്ട് അതിൽ ആ ഒരു കണ്ണിലൂടെ നോക്കി കണ്ടിട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഇവരൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ടീമാണ് എന്ന് തന്നെ പറയാനുള്ള കാരണം. അപ്പോൾ അതിൽ നിന്ന് തന്നെ സിസ്റ്റം ടെസ്റ്റിംഗ് ഒന്നും കൂടെ നമ്മളെ ഒരു പ്രൊഡക്റ്റ് യുണീക്ക് ആക്കാനും ഡിഫറെൻ്റ് ആക്കാനും ഈ ടെസ്റ്റിംഗ് ഒന്ന് ഇഫക്റ്റീവ് ആക്കാനൊക്കെ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഈ പ്രൊഡക്റ്റിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു ടെസ്റ്റിംഗ് ടീം ഉള്ളതുകൊണ്ട് തന്നെ ഈ പ്രൊഡക്റ്റിൽ എന്തെങ്കിലും ബയാസ് ഉണ്ടെങ്കിൽ, അതായത് കൺഫ്യൂസിങ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഏരിയ കുറച്ച് ഭയങ്കരമായിട്ട് ഫീച്ചേർഡാണ്, മറ്റേ ഏരിയ ഭയങ്കര വീക്കാണ്, അങ്ങനത്തെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പ്രൊഡക്റ്റിൽ ഉണ്ടെങ്കിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് പറ്റും. അതായത് അതിന് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ളൊരു ടെസ്റ്റ് ടീം ആകുമ്പോൾ ഇവർക്കത് നന്നായിട്ട് പറ്റും. പിന്നെ അതേപോലെ ഫ്രഷ് പെയർ ഓഫ് ഐസ് എന്ന് തന്നെയാണ് ആ ടേം. അതായത് നമ്മളെ പുതിയ കണ്ണുകളിലൂടെ നോക്കിക്കാണുകയാണ്. അതായത് ഇതുവരെ ടെസ്റ്റിങ് ചെയ്ത ടീമല്ല ഇത് ചെയ്യുന്നത്. അപ്പോൾ പുതിയ കാര്യങ്ങൾ, പെർസ്പെക്റ്റീവ്സ്, പുതിയ ഐഡിയാസ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പുതിയ പെയർ ഓഫ് ഐസ് ഇതിലൂടെ ഇങ്ങനെ പോകുമ്പോൾ അവിടെ കാണാത്ത പല പ്രശ്നങ്ങളും നമുക്ക് എന്ത് ചെയ്യും, മിസ് ഔട്ട് ചെയ്തിട്ടുള്ള പല പ്രശ്നങ്ങളും, കമ്പോണൻറ്റ് ടെസ്റ്റിംഗ് ചെയ്തപ്പോഴും ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ് ചെയ്തപ്പോഴും യൂണിറ്റ് ടെസ്റ്റിംഗ് ചെയ്തപ്പോഴൊക്കെ മിസ് ഔട്ട് ചെയ്തിട്ടുള്ള പല ഡിഫക്റ്റുകളും കണ്ടെത്താൻ വേണ്ടിയിട്ട് ഈ ഒരു സിസ്റ്റം ടെസ്റ്റിംഗ് ടീമിന് പറ്റും. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ കംപ്ലീറ്റ് ബിഹേവിയർ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സിസ്റ്റം ടെസ്റ്റിംഗ് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ടെസ്റ്റുകൾ റെഫർ ചെയ്യുന്നത് അതിലുള്ള മൊഡ്യൂൾസ്, കംപ്ലീറ്റ് മൊഡ്യൂൾസിനെ റെഫർ ചെയ്യുന്നുണ്ട്, പ്രോഗ്രാംസിനെ റെഫർ ചെയ്യുന്നുണ്ട്, അതിലുള്ള ഫങ്ഷനാലിറ്റി റെഫർ ചെയ്യുന്നുണ്ട് അല്ലേ. ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ ഹോൾ സിസ്റ്റം വെച്ചിട്ടാണ് ഈ ഒരു സിസ്റ്റം ടെസ്റ്റിംഗ് ചെയ്യുന്നത്. അപ്പം അത് മറ്റൊരു ബെനിഫിറ്റാണ്. പിന്നെ വേറെന്തിനു വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്, സിസ്റ്റം ടെസ്റ്റിംഗ് ഹെൽപ്സ് ഇൻ ഐഡൻറ്റിഫൈങ് ആസ് മെനി ഡിഫക്ട്സ്, നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന മാക്സിമം ഡിഫക്റ്റുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കസ്റ്റമർ സൈഡിൽ നിന്ന്, അതായത് ഡിപ്ലോയ്മെൻറ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ കസ്റ്റമർക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് കസ്റ്റമർ ആ ഒരു സിസ്റ്റവുമായിട്ട് ഇൻട്രാക്ട് വരുമ്പോൾ കുറേ പ്രശ്നങ്ങൾ മേ ബി റേസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ഡിപ്ലോയ്മെൻറ്റ് ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഫേസിൽ വരാനുള്ള പോസിബിൾ ആയിട്ടുള്ള ഡിഫക്റ്റുകളൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് സിസ്റ്റം ടെസ്റ്റിങ്ങിൽ പറ്റും. പിന്നെ അതേപോലെ നമ്മളെ പ്രൊഡക്റ്റ് നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കുന്നതിന് മുന്നേ ടെസ്റ്റിംഗ് ടീമിന് കിട്ടുന്ന ഒരു ലാസ്റ്റ് ചാൻസ് ആണത്, ഈ ഒരു സിസ്റ്റം ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. നമ്മളെ പ്രൊഡക്റ്റിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടുന്ന ഒരു ലാസ്റ്റ് ചാൻസ് ആണ്. ഇതോടുകൂടി പിന്നെ എന്ത് ചെയ്യും, നമ്മളത് കൊടുക്കുകയാണ് കസ്റ്റമർക്ക്, നമ്മൾ ഈ പ്രൊഡക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് സിസ്റ്റം ടെസ്റ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ വേറൊന്നാണ്, നമ്മൾ ഡിഫക്റ്റുകൾ എത്രത്തോളം കണ്ടെത്തി എന്നുള്ളതും, അതേപോലെ നമ്മൾ പ്രൊഡക്റ്റിന് റിലീസിനായി എന്നുള്ള ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് സിസ്റ്റം ടെസ്റ്റിംഗ് ഹെൽപ്പ് ചെയ്യും. ശരിയല്ലേ? കാരണം മൊത്തത്തിലുള്ള എല്ലാ ഡിഫക്റ്റുകളും നമ്മൾ കണ്ടെത്തി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് കോൺഫിഡൻ്റ് ആയി, കുഴപ്പമില്ല, വലിയ ഡിഫക്റ്റുകളൊന്നും നമ്മൾ പ്രത്യേകിച്ചൊന്നും നമ്മളെ പ്രൊഡക്റ്റിലില്ല എന്നുള്ളതൊക്കെ ഒരു കോൺഫിഡൻസ് ആകുമ്പോൾ നമുക്ക് പിന്നെ അത് റിലീസ് ചെയ്യാനുള്ള ഒരു ഇത് വരും അല്ലേ, ഒരു ടെൻഡൻസി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സിസ്റ്റം ടെസ്റ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റു കാര്യം എന്താണ്, ആൻ ഇമ്പാക്റ്റ് അനാലിസിസ് ഈസ് ഡൺ ഫോർ ദോസ് ഡിഫക്ട്സ് ടു റെഡ്യൂസ്
ദ റിസ്ക് ഓഫ് റിലീസിങ് എ പ്രോഡക്റ്റ് വിത്ത് ഡിഫെക്ട്സ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രോഡക്റ്റിനെ നമ്മൾ റിലീസ് ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും അതായത് ഡിഫെക്ട്സ് തീരെ ഇല്ലാത്ത രീതിയിൽ റിലീസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു അനാലിസിസ് കൂടിയാണ് ഈ ഒരു സിസ്റ്റം ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ആ ഒരു ഇമ്പാക്റ്റ് നമുക്ക് കുറക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇഫ് ദ റിസ്ക് ഓഫ് ദ കസ്റ്റമേഴ്സ് ഗെറ്റിംഗ് എക്സ്പോസ്ഡ് ടു ദ ഡിഫെക്ട്സ് ഈസ് ഹൈ ദെൻ ദ ഡിഫെക്ട്സ് ആർ ഫിക്സ്ഡ്. അപ്പോൾ നമ്മൾ ഇതിലൂടെ കണ്ടെത്തുന്ന ഡിഫെക്റ്റുകൾ ഹയർ ആണെന്നുണ്ടെങ്കിൽ ആ ഡിഫെക്റ്റുകളെ നമ്മൾ എന്ത് ചെയ്യണം, റിലീസിൻ്റെ മുന്നേ നമ്മൾ ഡിഫെക്റ്റിനെ ഫിക്സ് ചെയ്യണം, എന്നിട്ട് വേണം റിലീസ് ചെയ്യാൻ. അല്ല നമ്മളിപ്പോൾ ഈ സിസ്റ്റം ടെസ്റ്റിംഗ് ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഈ മുന്നേ ഉള്ള ടെസ്റ്റിംഗ് ഒക്കെ ചെയ്തു, സിസ്റ്റം ടെസ്റ്റിംഗ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കമ്പൈൻ ചെയ്യുമ്പോഴത്തെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതൊന്നും കാണാതെ നമ്മൾ അങ്ങോട്ട് റിലീസ് ചെയ്യുക. പിന്നീട് ഈ കാര്യം വലിയ വലിയ പ്രശ്നങ്ങൾ വരും. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സിസ്റ്റം ടെസ്റ്റിങ്ങിലൂടെ നമുക്ക് അതൊക്കെ കണ്ടെത്തിയിട്ട് പ്രൊഡക്റ്റിനെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ദ അനാലിസിസ് ഓഫ് ഡിഫെക്ട്സ് ആൻഡ് ദെയർ ക്ലാസിഫിക്കേഷൻ ഇൻ ടു വാരിയസ് കാറ്റഗറീസ് ഓൾസോ ഗിവ്സ് എൻ ഐഡിയ അബൌട്ട് ദ കൈൻഡ് ഓഫ് ഡിഫെക്ട്സ് ദാറ്റ് വിൽ ബി ഫൗണ്ട് ബൈ ദ കസ്റ്റമർ ആഫ്റ്റർ റിലീസ്. ഈ പോയിന്റ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതായത് കസ്റ്റമർക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അവർ കണ്ടെത്തുന്ന ഡിഫെക്റ്റുകൾ നമുക്ക് ഈ ഒരു ഫേസിൽ ഈ ഒരു ടെസ്റ്റിങ്ങിൽ എന്ത് ചെയ്യാൻ പറ്റും, കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ഇൻഫർമേഷൻസ് വെച്ചിട്ട് നമുക്ക് നമ്മൾ ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യാം. വർക്കിങ്സ്, അതേപോലെ ഡോക്യുമെൻറ്റേഷന്, വേറെ എന്തെല്ലാം ആൾട്ടർനേറ്റീവ് അപ്രോച്ചസ് ആണ് നമ്മൾ എടുക്കേണ്ടത് എന്നുള്ളതൊക്കെ നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കേണ്ടതിന് മുന്നേ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതിലൂടെ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം, അതായത് സിസ്റ്റം ടെസ്റ്റിങ് പ്രൊഡക്റ്റിൻ്റെ റിലീസിലുള്ള റിസ്കുകൾ മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സിസ്റ്റം ടെസ്റ്റിംഗ് ഹെൽപ്സ് ഇൻ റെഡ്യൂസിങ് ദ റിസ്ക് ഓഫ് റിലീസിങ് എ പ്രോഡക്റ്റ്. ഒരു പ്രൊഡക്റ്റിനെ റിലീസ് ചെയ്ത് കഴിഞ്ഞ് കുറേ പ്രശ്നങ്ങൾ റേസ് ചെയ്യുന്നതിലേറെയാണ് അതിൻ്റെ മുന്നേ തന്നെ നമ്മളത് കണ്ടെത്തിയിട്ട് അതിനെ ഫിക്സ് ചെയ്ത് പോവുക എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ സിസ്റ്റം ടെസ്റ്റിംഗ് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ കമ്പോണൻ്റ് ആൻഡ് ഇൻറ്റഗ്രേഷൻ ടെസ്റ്റിംഗ് ടെസ്റ്റ് ഫേസസ് ആർ കണ്ടക്റ്റഡ് ടേക്കിംഗ് ഇൻപുട്സ് ഫ്രം ഫങ്ഷണൽ സ്പെസിഫിക്കേഷൻ ആൻഡ് ഡിസൈൻ. അപ്പോൾ നമുക്കറിയാം കമ്പോണൻ്റ് ടെസ്റ്റ് കേസുകളാണെങ്കിലും ഇൻറ്റഗ്രേഷൻ ടെസ്റ്റ് കേസുകളാണെങ്കിലും കൂടുതൽ സ്പെസിഫൈ ചെയ്യുന്നത് ഫങ്ഷണൽ സ്പെസിഫിക്കേഷനും അതേപോലെ ഡിസൈനിങ്ങിനൊക്കെ വെച്ചിട്ടാണ്. അതിൽ ഒക്കെ എങ്ങനെ എന്നുള്ളത് വെച്ചിട്ടാണ് നമ്മൾ ടെസ്റ്റിംഗ് ചെയ്യുന്നത്. ഇവിടെയോ ദ മെയിൻ ഫോക്കസ് ഡ്യൂറിങ് ദീസ് ടെസ്റ്റിംഗ് ഫേസസ് ആർ ടെക്നോളജി ആൻഡ് പ്രൊഡക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ. അതായത് കമ്പോണൻറ്റിൻ്റെയും ഇൻറ്റഗ്രേഷൻ്റെയും ഇത് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇത് പറയുന്നത്, ഈ ഒരു ലൈൻ പറഞ്ഞിട്ടുള്ളത്. ടെക്നോളജി ആൻഡ് പ്രൊഡക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ എന്നുള്ള ഫോക്കസ് വെച്ചിട്ടാണ് ഇതൊക്കെ പോകുന്നത്. അതേ സ്ഥാനത്ത് കസ്റ്റമറുടെ സൈഡ് യൂസേജ് പാറ്റേൺ എങ്ങനെ എന്നുള്ളതൊന്നും ഈ ഇൻറ്റഗ്രേഷനിലും അതേപോലെ കമ്പോണൻറ്റിലും നോക്കുന്നില്ല. അതൊക്കെ എവിടെ വരുന്നുണ്ട്, സിസ്റ്റം ടെസ്റ്റിങ്ങിൽ വരുന്നുണ്ട്. കസ്റ്റമർ സിനാരിയോസ് ആൻഡ് യൂസേജ് പാറ്റേൺ സെർവ്സ് ആസ് ദ ബേസിസ് ഫോർ സിസ്റ്റം ടെസ്റ്റിംഗ്. അപ്പോൾ സിസ്റ്റം ടെസ്റ്റിങ്ങിൽ നമ്മൾ പറഞ്ഞു കസ്റ്റമറുടെ ഡിപ്ലോയ്മെൻറ്റ് ഫേസും കൂടെ ചേർത്തിട്ട്, അതേപോലെ അവരെങ്ങനെ യൂസ് ചെയ്യുന്നു, ആ ഒരു പാറ്റേണുകൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ചേർത്തിട്ടാണ് സിസ്റ്റം ടെസ്റ്റിംഗ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ എല്ലാ കാര്യങ്ങളും, അതായത് സിസ്റ്റം ടെസ്റ്റിംഗ് എന്തിനു വേണ്ടിയിട്ട് എന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞു. ഇതിനെ ഫുള്ള് സമ്മറൈസ് ചെയ്തിട്ട് നമുക്ക് പറയാം എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. പ്രൊവൈഡ് ഇൻഡിപെൻഡൻറ്റ് പേഴ്സ്പെക്റ്റീവ് ഇൻ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ടെസ്റ്റ് ടീം ഉള്ളത് കൊണ്ട് തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കാഴ്ചപ്പാടിലൂടെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സിസ്റ്റം ടെസ്റ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ബ്രിങ് ഇൻ കസ്റ്റമർ പേഴ്സ്പെക്റ്റീവ്, കസ്റ്റമറുടെ കാഴ്ചപ്പാടിലൂടെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. പ്രൊവൈഡ് എ ഫ്രഷ് പെയർ ഓഫ് ഐസ് ടു ഡിസ്കവർ ഡിഫെക്ട്സ് നോട്ട് ഫൗണ്ട് ഏർലിയർ ബൈ ടെസ്റ്റിംഗ്. ഇതിന് മുന്നേ നമ്മൾ കണ്ടെത്താൻ കഴിയാത്ത പല ഡിഫെക്ട്സുകളും പുതിയ ആളുകളെ വെച്ചിട്ട് നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ടെസ്റ്റ് പ്രൊഡക്റ്റ് ബിഹേവിയർ ഇൻ എ ഹോളിസ്റ്റിക് കംപ്ലീറ്റ് ആൻഡ് റിയലിസ്റ്റിക് എൻവിറോൺമെൻറ്റ്. കംപ്ലീറ്റ് ആയിട്ട് ഒരു റിയൽ പ്രാക്ടിക്കൽ എൻവിറോൺമെൻറ്റ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു ടെസ്റ്റിംഗ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ടെസ്റ്റിങ്ങിൽ ബോത്ത് ഫങ്ഷണൽ ആൻഡ് നോൺ ഫങ്ഷണൽ ആസ്പെക്ട്സുകളെ കവർ ചെയ്യുന്നുണ്ട്. അതായത് റിക്വയർമെൻറ്റ്സ് പ്ലസ് ക്വാളിറ്റി ഫാക്ടേഴ്സ് രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, കവർ ചെയ്യുന്നുണ്ട്. ബിൽഡ് കോൺഫിഡൻസ്, അതായത് റിലീസിൻ്റെ തൊട്ട് മുന്നേ ടെസ്റ്റിംഗ് ടീമിന് കിട്ടുന്ന ലാസ്റ്റ് ചാൻസ് ആണ്. പിന്നെ അതേപോലെ മാക്സിമം നമുക്ക് ഈ ഒരു ടെസ്റ്റിങ്ങിനെ പെർഫെക്റ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മളെ പ്രൊഡക്റ്റിലുള്ള കോൺഫിഡൻസ് കൂടും. അതാണ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അനലൈസ് ആൻഡ് റെഡ്യൂസ് ദ റിസ്ക് ഓഫ് റിലീസിങ് ദ പ്രൊഡക്റ്റ് റിലീസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അതിലുള്ള റിസ്കുകളും അതിനെ അനലൈസ് ചെയ്യാനും അതിനെ സോൾവ് ചെയ്യാനും സിസ്റ്റം ടെസ്റ്റിംഗ് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
എൻഷ്യൂർ ഓൾ റിക്വയർമെൻറ്റ്സ് ആർ മെറ്റ്, എല്ലാ റിക്വയർമെൻറ്റ്സും ഇതിലുണ്ട് എന്ന് ഉറപ്പ് വരുത്തുന്നുണ്ട്. റെഡി ദ പ്രൊഡക്റ്റ് ഫോർ ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ്, ഈ ടെസ്റ്റിംഗ് കഴിയുന്നതോടുകൂടി നമുക്ക് എന്ത് ചെയ്യാം, ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് ചെയ്യാം എന്നുള്ള ഫേസിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞ പോയിൻറ്റ്സിനെ ഫുൾ സമ്മറൈസ് ചെയ്തിട്ടുള്ള 8 പോയിൻറ്റ്സ് ആണ് ഇപ്പോൾ ഈ താഴെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സിസ്റ്റം ടെസ്റ്റിംഗ് ചെയ്യുന്നത്. താങ്ക് യു.